പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സന്ദീപ് വാര്യനി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ KPCC നേതൃത്വം സന്ദീപിനെ ഉൾപ്പെടുത്തി എന്ന വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു. ശ്രീകുമാറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ചെയ്തത്. ശ്രീത്ത്, എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ തത്വത്തിൽ തീരുമാനമായതാണെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ നമ്മുടെ ചർച്ചയ്ക്ക് സന്ദീപ് വാര്യരായിരുന്നു കോൺഗ്രസ് പ്രതിനിധിയായി വന്നിരുന്നത്. ശ്രീത്ത്, അപ്പോൾ സന്ദീപ് വാര്യർക്ക് പാർട്ടിയിൽ കിട്ടുന്ന ആദ്യത്തെ ഒഫീഷ്യൽ ഉത്തരവാദിത്വം അല്ലേ? തീർച്ചയായും ദീപ്തി മേരി വർഗീസ് KPCCയുടെ സംഘടനാ ചുമതല ഒക്കെയുള്ള ജനറൽ സെക്രട്ടറി, കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാധ്യമവിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ജനറൽ സെക്രട്ടറി ആയ ദീപ്തി മേരി വർഗീസ് ആണ് ഇത്തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിയമന ഉത്തരവ് എന്ന തരത്തിൽ തന്നെ ഇറക്കിയിരിക്കുന്നത്. അതിന്റെ പകർപ്പാണ് നമ്മൾക്ക് അല്പസമയം മുൻപ് ലഭിച്ചത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒരു പ്രത്യേക പട്ടിക തന്നെ കോൺഗ്രസിനുണ്ട്. സാധാരണ CPIMലായിരുന്നു അത്തരത്തിലൊരു പട്ടിക അവരായിരുന്നു നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KPCCയും അത്തരത്തിലൊരു നടപടിയിലേക്ക് കുറച്ചു കാലമായി അവരും പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കുന്ന ഒരു പട്ടികയിലേക്കാണ് BJPയിൽ നിന്ന് എത്തിയ മുൻ BJP നേതാവ് സന്ദീപ് വാര്യരെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്ദീപിന്റെ പുതിയ പാർട്ടിയിലെ ആദ്യ ചുമതലയാണ്. അതിനുശേഷം അടുത്ത് തന്നെ KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറി പോസ്റ്റ് അടക്കം സന്ദീപിന് ഓഫർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു KPCCയുടെ ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യരെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. അത് തത്വത്തിൽ ധാരണയായതാണ്. എന്തായാലും പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ചുമതല എന്ന തരത്തിൽ ആദ്യ ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക, പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾ വിശദീകരിക്കുക എന്നാണ്. BJPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും കൂടുതൽ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആദ്യ ചുമതല ലഭിച്ചിരിക്കുന്നു. പാർട്ടിയുടെ സംഘടനാ ചുമതല എന്ന തരത്തിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമാകുമെന്നാണ് ചില വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഓക്കെ, ശ്രീകുമാർ വിവരങ്ങൾ നൽകുകയാണ്. സന്ദീപ് വാര്യർ KPCCയുടെ ഒഫീഷ്യൽ വക്താവെന്നാണ് വിവരം. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ KPCC നേതൃത്വം സന്ദീപിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ശ്രീത്ത്, ഇന്നലെ പാലക്കാട്ടെ BJPക്കുള്ള പൊട്ടിത്തെറി, കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കുന്നു. ഇപ്പോൾ അത് സമാജത്തിലേക്ക് പോവുകയാണോ എന്ന് അല്പസമയത്തിന് അറിയുകയും ചെയ്യാം. എന്ന വിഷയത്തിൽ സന്ദീപ് വാര്യരായിരുന്നു ചർച്ചയ്ക്കായി വന്നിരുന്നത്. സന്ദീപ് വാര്യറിന് BJPയുമായി അടുത്ത് അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളെന്ന നിലയ്ക്ക് അതിൻ്റെ ഇൻസൈഡ് വിവരങ്ങളൊക്കെ നന്നായി അറിയാം, നന്നായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകുമാർ, അതുകൊണ്ട് BJPയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പാലക്കാടോ ഒക്കെ BJPയുമായി ബന്ധപ്പെടുന്ന ചർച്ചകളിൽ സന്ദീപിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാനാണ് നേതൃത്വത്തിന്റെ ആലോചന അല്ലേ? തീർച്ചയായും. അതായത് സന്ദീപ് വാര്യരെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആരും പഠിപ്പിക്കേണ്ടതില്ല. കാരണം സന്ദീപ് വാര്യർ BJPയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ കാർക്കശ്യത്തോടു കൂടി അഗ്രസീവായൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. അത് കോൺഗ്രസുകാർക്കും അതുപോലെ തന്നെ CPIMകാർക്കും BJPക്കാർക്കും ഒക്കെ നന്നായി തന്നെ അറിയുന്നതാണ്. ഇന്നലെ തന്നെ നമ്മുടെ ചർച്ചകളിൽ കൃത്യമായ രീതിയിൽ എതിർ BJP പ്രതിനിധിയോട്, BJPയുടെ ചുമതല പുലർത്തുന്ന പ്രതിനിധിയോട് രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതും അത് ആരോഗ്യപരമായ രീതിയിലും അല്ലാത്ത തരത്തിലും ഒക്കെയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് BJPയുമായി ബന്ധപ്പെട്ട ദേശീയ വിഷയങ്ങളിലടക്കം സന്ദീപ് വാര്യരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.